അതെ, നോക്കിയേ. എന്താന്നല്ലേ ഇന്നത്തെ സ്പെഷ്യൽ പറയാട്ടോ. ഇത് മുത്താറിയാണ്, നല്ല അടിപൊളി മുത്താറി കേട്ടോ. അതുപോലെ തന്നെ ഇത് നല്ല പച്ചരിയാണ്, അതെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ. അടുത്തത് ഇത് കണ്ടിട്ട് സംശയിക്കുകയൊന്നും വേണ്ട, ചെറുപയറൊന്നും അല്ല കേട്ടോ, ഉഴുന്നുപരിപ്പാണേ. നല്ല തൊലിയുള്ള ഉഴുന്നുപരിപ്പാട്ടോ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു മുത്താറി, ഒരു ഗ്ലാസ് മുത്താറി ആട്ടോ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് മുത്താറിക്ക് ഒരു ഗ്ലാസ് പച്ചരി തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്താക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുത്താറിയും നമ്മളെ പച്ചരിയും ഒരേ അളവിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടി എടുത്ത് പറയുകയാണ്. അപ്പം നമുക്കിത് രണ്ടും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3 മണിക്കൂറോളം കുതിരാൻ വയ്ക്കണം. അപ്പം ഞാൻ ഒന്നും കൂടി പറയുകയാണ്, നമ്മൾ സാധാരണ ചെയ്യാറ് ഇങ്ങനെ ആക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു വയ്ക്കും. അങ്ങനെ പാടില്ല, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കുതിരാൻ വെള്ളം ഒഴിച്ചു വെക്കണം കേട്ടോ. അപ്പം ഞാനിതൊന്ന് കഴുകി എടുക്കട്ടെ. എന്നിട്ട് ഇതിലൊരു സാധനവും കൂടി ഇടാനുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് കഴുകട്ടെ. എന്താണെന്ന് വെച്ചാൽ ഞാനും ആദ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുമായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ ശേഷമാണ് ഞാൻ കഴുകിയിട്ട് പിന്നെ കുതിരാൻ വയ്ക്കുന്നത്. അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് പച്ചരിയിലേക്കും നമ്മളെ മുത്താറിയിലേക്കും നമ്മൾ ഒരു സ്പൂണും കൂടി ഉലുവ ഇട്ടതിന് ശേഷമാണ് നമ്മളിത് കുതിരാൻ വയ്ക്കുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 1/2 ഗ്ലാസ് ആട്ടോ ഉഴുന്നെടുത്തിരിക്കുന്നത്. അപ്പം തൊലിയുള്ള ഉഴുന്നാണ് ഇതാട്ടോ. എനിക്ക് നല്ലതായിട്ട് തോന്നിയോണ്ട് ഇതാണ് ഞാൻ അധികം എടുക്കാറ്. വെള്ളയും ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഇതാണ് എനിക്ക് ഒന്നും കൂടി നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് എന്താക്കാം, ഒരു 3 മണിക്കൂറോളം ഒന്ന് എന്താക്കാം, കുതിരാൻ വയ്ക്കാം കേട്ടോ. അതിന് ശേഷം ഇത് കണ്ടില്ലേ, നോക്കിക്ക്, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഉഴുന്ന് പരിപ്പ് കണ്ടോ, അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ. ശരിക്കും ഉഴുന്ന് പരിപ്പ് കാണുമ്പോൾ ചെറുപയർ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇല്ലേ. പക്ഷേ ഇത് കുറച്ച് ഞാൻ അബിലാട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 2 കൈയിലോളം അബിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അപ്പം ഇനി നമുക്ക് അതും ഞാനവിടെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചോറും വറ്റിന് പകരം ഞാൻ അബിലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അധിക പേരും ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുമ്പം ഈ പച്ചരിയൊക്കെ അരയ്ക്കുമ്പം ചോറും വറ്റ് കൂട്ടും. പക്ഷെ അതിന് പകരം ഞാൻ കൂട്ടുന്നത് നമ്മൾ അവിൽ കേട്ടോ കൂട്ടുന്നത്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല ഒരു ഇഡ്ഡലി. അതും നല്ല ടേസ്റ്റും ആട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഇനി പ്രത്യേകം ഞാൻ ചട്നി ഉണ്ടാക്കുന്നത് നമ്മൾ ഉലുവച്ചീര ചട്നി ഇല്ലേ. അപ്പം എല്ലാവരും ഇങ്ങനെ പറയും, നമ്മളെ മുത്താറി ആയത് കൊണ്ട് എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അരക്കട്ടെ. അരച്ചിട്ട് ഏകദേശം ഞാൻ അരച്ചിട്ട് ഒരു 5-6 മണിക്കൂർ വെച്ചപ്പം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചുട്ടാൽ മതി. കണ്ടില്ലേ, നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം എന്താ പറയുക, ഒരു 5 മണിക്കൂറെങ്കിലും വെക്കണം നന്നായിട്ട്. ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് പൊന്തി വന്ന ശേഷമാണ് ഉപ്പിട്ടിട്ട് കലക്കിയെടുക്കുക. ഞാൻ സാധാരണ എങ്ങനെയാണെന്നറിയാം, വൈകുന്നേരം അരച്ച് വയ്ക്കും രാവിലത്തേക്ക്. അപ്പം നന്നായിട്ട് പൊന്തി വരും. ഞാൻ സ്വതുവേ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പം നന്നായിട്ട് പൊന്തി വരുമല്ലോ. അപ്പം നമുക്കിതെന്താക്കാം, ഇനി ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളെ ഇഡ്ഡലി തട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സാധാരണ ഇഡ്ഡലി ചുടുന്ന പോലെ തന്നെ ഓരോ കയ്യിലായിട്ട് എല്ലാത്തിലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മുത്താറി ഇഡ്ഡലി ആയതുകൊണ്ട് എല്ലാവരും ആദ്യം പറയുമായിരുന്നു മുത്താറീൻ്റെ, പക്ഷെ അതല്ല കേട്ടോ. നല്ല അടിപൊളി, നല്ല സോഫ്റ്റായിട്ട് അടിപൊളി ഇഡ്ഡലി കേട്ടോ. മുത്താറിയും നമ്മളെ അവിലും ഇതൊക്കെ ആകുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ കൂടെ എൻ്റെ പൊന്നും മക്കളെ, നമ്മളെ ഉലുവച്ചീര ചട്ടിനിയും കൂടി ആകുമ്പം അടിപൊളിയാട്ടോ. അപ്പം ഞാൻ എല്ലാത്തിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. മേലെ ഞാൻ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് എടുത്ത് വെച്ച് കേട്ടോ. പക്ഷേ ഞാൻ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇഡ്ഡലി ചട്നി അങ്ങനത്തെ കാര്യമൊക്കെ. അപ്പം മുത്താറി ഞാൻ പരമാവധി കഴിപ്പിക്കാൻ ശ്രമിക്കും കേട്ടോ കുടൂസിനെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയാട്ടോ. നമ്മളെ സാധാ ഇഡ്ഡലീനെ പോലെ തന്നെ നല്ല അടിപൊളി. അതുമാത്രമല്ല നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അങ്ങനെ ഇവിടെ വന്ന് കഴിച്ചവർക്കൊക്കെ നമ്മളിതിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ പിന്നെ ഉണ്ടാക്കിയിട്ടുമുണ്ട് കേട്ടോ. അപ്പം ഇഡ്ഡലി പാത്രത്തിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ആവി കൊള്ളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്തതും വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എന്താക്കുക, ഇത് നമുക്ക് ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു പണിയുണ്ട് മക്കളെ. എന്തുവന്നല്ലേ, ഇതാണ്ടേ വന്നിരിക്കുന്നു ഉലുവച്ചീര പറിക്കാൻ. അപ്പം ഉലുവച്ചീര ചട്നി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി, ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മളെ സാധാരണ ചട്നീൻ്റെ അല്ല, ഈ ഉലുവച്ചീര ഇടുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് പറിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളിതാ മക്കളെ ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടാണ് ഇഡ്ഡലി. നോക്കിക്കേ, ഇത് കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മുഴുവൻ എടുത്ത് വയ്ക്കാം. എൻ്റെ അക്കുഡൂസിന് ഇഡ്ഡലി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി. ഇഡ്ഡലി, മസാല ദോശ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അക്കുഡൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റിഹാന് നേരെ തിരിച്ചാണ്, ഒറോട്ടി, പത്തിൽ, നെയ്പത്തിൽ അങ്ങനത്തെയൊക്കെ. അപ്പം പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അക്കുഡൂസിന്. അപ്പോൾ ഇഡ്ഡലി എല്ലാം ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല എന്താ പറയുക, പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നി ആക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടത് ഇതാ, തേങ്ങയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കറി, ഇത് നമ്മൾ ഉലുവച്ചീര കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പിലയും മല്ലിച്ചപ്പോട്ടും എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം, എല്ലാം അല്ല കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പുമാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താക്കണം, ഇതൊന്ന് അരച്ചെടുക്കണം. തേങ്ങയും മുളക് പൊടിയും ഒന്ന് നമുക്ക് എന്താക്കുക, അരച്ചെടുക്കുക കേട്ടോ. പിന്നെ വീട്ടിൽ ഉലുവയുള്ളവരാണെങ്കിൽ ഈ ഉലുവച്ചീരയ്ക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഒന്ന് കുതിർത്തി വെച്ചിട്ട് ഒരു വെള്ള തുണിയിൽ 2 ദിവസം ഒന്ന് കെട്ടി വെച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് നമ്മൾ പാകി കൊടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളി ഉലുവച്ചീര വീട്ടിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ എന്താ പറയുക, നമ്മൾ ഇഞ്ചി കഷ്ണവും കൂടി ഇട്ടിട്ട്, അതായത് തേങ്ങയും ചുവന്നമുളകും ഇഞ്ചി കഷ്ണവും ഇട്ടിട്ട് ഒന്ന് ഞാൻ എന്താക്കും, അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഉലുവച്ചീരയൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പെട്ടെന്ന് പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്നിത് ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താക്കാം, പെട്ടെന്ന് തന്നെ ചട്നി ഉണ്ടാക്കാം. ചട്നി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. അപ്പം അക്കുഡൂസിന് ഇന്ന് ലീവാണ്. അപ്പം ഇന്ന് ഇവിടെ തന്നെയുണ്ട്. വയനാട്ടിൽ ഇന്ന് സ്കൂളൊക്കെ അവധിയാണ്, ചൊവ്വാഴ്ചയെ. അപ്പം ഇതാ മക്കളെ, ഞാൻ എന്താക്കുന്ന, വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സാധനം കേട്ടോ ഈ ഇഡ്ഡലിയും. അതായത് നമ്മൾ എന്താ പറയുക, സാധാ ഇഡ്ഡലീനെയും കാട്ടി എനിക്കൊന്നും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മളെ മുത്താറി ഇഡ്ഡലി തന്നെയാണ് കേട്ടോ. മുത്താറി എന്ന് പറയാൻ പറ്റില്ല, അതിൽ പച്ചരി എല്ലാം ഉണ്ട്, അവിലൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താക്കുക, വറ്റൽമുളക് ഒന്ന് ഇതായി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ചട്നിയൊക്കെ ഇതാന്ന് പറയുമ്പോൾ ആവും കേട്ടോ. അതിലേക്ക് നമ്മൾ നമ്മൾ ഉലുവച്ചീര ചെറുതാക്കിയിട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എണ്ണയിൽ കേട്ടോ. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണേ. പിന്നെ ഉലുവച്ചീരയൊക്കെ നിങ്ങൾ വിചാരിച്ച വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഇതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അധികം ഉലുവച്ചീര വെച്ചിട്ട് പലതും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് നന്നായി വാടി വരുമ്പോൾ നമുക്ക് എന്താക്കാം, അരച്ച് വെച്ച തേങ്ങ ഇതിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനിയിത് അടുപ്പത്ത് വെക്കുകയൊന്നും വേണ്ട, നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. ഇനി തിളപ്പിക്കാനൊന്നും പാടില്ലേ. അപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ എന്താക്കട്ടെ, ഇതിനെ ഇറക്കി വെക്കട്ടെ കേട്ടോ. അങ്ങനെ ചട്നിയൊക്കെ റെഡിയായി. ലാസ്റ്റ് മല്ലിച്ചപ്പും ഇട്ടിട്ട് ഇറക്കി വെച്ചു. ഇത് കണ്ടില്ലേ മക്കൾ, അടിപൊളിയല്ലേ? പറ നിങ്ങൾ തന്നെ. എന്നാൽ ശരി കേട്ടോ, നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.